आँखों में बाबा तेरी जाने हैं कितने जलवे, आँखों में बाबा तेरी जाने हैं कितने जलवे। देखा है हमने इनसे जग को निहाल करते। आँखों में बाबा तेरी जाने हैं कितने जलवे, देखा है हमने इनसे जग को निहाल करते। आँखों में बाबा तेरी, आँखों में बाबा तेरी। भगवान को भी बाबा आंखें तेरी लुभाई, भगवान को भी बाबा आंखें तेरी लुभाई। बरसा रही है इनसे अब रहमते खुदाई। किस्मत की झोलियों में देखा सितारे भरते, किस्मत की झोलियों में देखा सितारे भरते। देखा है हमने इनसे जग को निहाल करते। आँखों में बाबा तेरी, आँखों में बाबा तेरी। ഓം ശാന്തി. ഇന്നലെ നമ്മൾ കേട്ടത് ഡൽഹിയിലെ സൗഭാഗ്യശാലിയായ ഭാരതീയ സേനയിലെ മേജറിൻ്റെ സ്നേഹപൂർണമായ ക്ഷണം സ്വീകരിച്ച്, ഡൽഹിയിലെ എല്ലാ കുട്ടികളുടെയും ക്ഷണം സ്വീകരിച്ച് ബാബ ഡൽഹിയിൽ എത്തുന്നതിന് വേണ്ടി നടന്ന തയ്യാറെടുപ്പുകൾ, പ്രത്യേകിച്ചും മേജറുടെ ബംഗ്ലാവിലേക്ക് തന്നെയാണ് ബാബ വന്നത്. അപ്പോൾ ആ മേജർ എത്ര സൗഭാഗ്യശാലിയായ ആത്മാവാണല്ലേ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബാബ താമസിക്കുക, ഫുൾ പ്രോഗ്രാം അവിടെ നടക്കുക, ശിവ് ബാബയുടെ അവതരണം അവിടെ ഉണ്ടാക്കുക. ഡ്രാമയിൽ എന്തെല്ലാം വണ്ടർഫുൾ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് അല്ല. ഓരോരോ ആത്മാവിന് ഡ്രാമയിൽ എത്ര വണ്ടർഫുൾ പാർട്ടാണ്. ജ്ഞാൻ യുക്ത മസ്തിക്ക് ഉത്തർ. ബാബ വന്ന സമയത്ത് നമ്മൾ ഇന്നലെ കേട്ടല്ലോ, വളരെയധികം ശൈത്യ സമയമായിരുന്നു ഡൽഹിയിൽ. പക്ഷേ ഇത്രയും വിപരീതമായ സാഹചര്യമായിരുന്നു പ്രകൃതി എന്നുള്ള പേപ്പറായിരുന്നുവെങ്കിലും ബാബയുടെ മക്കൾ, വൃദ്ധ മാതാക്കൾ ഉൾപ്പെടെ ആ സമയത്ത് അവരുടെ ഈശ്വരീയ ലഹരിയെക്കുറിച്ചാണ് ഇനി ജഗദീഷ് ഭായി നമ്മളോട് പറയണം. ഇന്നലെയും കുറച്ച് സംഭവങ്ങൾ പറഞ്ഞുവല്ലോ. അതിരാവിലെ എഴുന്നേറ്റ് തയ്യാറായ തണുപ്പത്ത്, പറഞ്ഞില്ലേ പല്ല് കൂട്ടിയിടിക്കുന്ന അത്ര തണുപ്പാണ്, എങ്കിലും ബാബയുടെ മക്കൾ ഓടി വന്നിരുന്നു. यदि कोई वर्ष विनोद से किन्हीं वृद्ध माताओं के मन में सूक्ष्म रूप से कमज़ोरी ढूंढने के लिए. അപ്പോൾ ബ്രദർ പറയണ്, ആ സമയത്ത് ചില ബാബയുടെ കുട്ടികൾ ചിലർ തമാശയ്ക്ക് വേണ്ടിയിട്ട് ചില അമ്മമാരോട് വളരെ സൂക്ഷ്മത്തിൽ ആരുടെയെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ദുർബലതകളുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അമ്മമാരോട് വളരെ സഹാനുഭൂതി പ്രദർശിപ്പിച്ചുകൊണ്ട് ചിലർ പറഞ്ഞിരുന്നു, മദജി ഇത്രയും തണുപ്പല്ലേ, അതുകൊണ്ട് ദിവസവും വരണ്ട, ശരീരം വളരെ വൃദ്ധാവസ്ഥയിലല്ലേ, ഇത്രയും തണുപ്പ് താങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എല്ലാ ദിവസവും വരണ്ട, ഇടയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു ബാബയുടെ അടുത്ത് പ്രോഗ്രാമിന്. പക്ഷേ അത് കേൾക്കുമ്പോൾ ആ വൃദ്ധ മാതാക്കൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കയറി പറഞ്ഞു, ഹം വൃദ്ധ കഹാ ഹേ, ഞങ്ങളെവിടെ വൃദ്ധർ, ഞങ്ങളെവിടെ വൃദ്ധരെന്ന് നിങ്ങൾ എങ്ങനെ പറയണേ, ഹം തോ ബാബ കി ചോട്ടി ബച്ചിയാ ഹേ. അമ്മമാർ ലഹരിയോട് പറഞ്ഞു, ഞങ്ങൾ ബാബയുടെ ചെറിയ കുട്ടികളാണ്. ഭല ആപ് ഹമാരെ ശരീർ കോ ക്യോം ദേഖ്തേ ഹോ,
വൃദ്ധരെന്ന് പറഞ്ഞ് ആ സഹോദരന്മാരോട് ചോദിച്ചു, നിങ്ങളെന്തിനാ ഞങ്ങളുടെ ശരീരത്തെ നോക്കുന്നത്? ശരീർ തോ ഹമാര രഥ് ഹേ, രഥ്വാൻ തോ ആത്മാ ഹി ഹേ. ഈ ശരീരം ഞങ്ങളുടെ രഥമാണ്, ഈ ശരീരത്തിൻ്റെ സാരഥി ആത്മാവാണ്. ക്യാ രഥ്വാൻ ജैसे ശരീർ കോ ചലായേ, സാരഥി ശരീരത്തെ എങ്ങനെ നടത്തിക്കുന്നു അതുപോലെ ശരീരം നടക്കും. യാ രഥ ഹി രഥവാൻ കോ ചലായേഗ, അതോ ഈ ശരീരമാകുന്ന രഥമാണോ സാരഥിയെ നടത്തിക്കുന്നത്? തിരിച്ചവരിങ്ങോട്ട് ചോദ്യം ചോദിക്കുമായിരുന്നു. യദി കൊയ് കിസി ഛോട്ടെ ബച്ചേക്കോ, അതേപോലെ അമ്മമാരോടൊപ്പം വരുന്ന ചെറിയ കുട്ടികളുണ്ടായിരുന്നു, ധാരാളം പേര് അതിരാവിലെ വന്നിരുന്നത്. ആ കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് തും തോ അഭി ഛോട്ടെ ബച്ചേ ഹോ തോ തുമേ റോസ് ഇത്തനി ജൽദി, അവരോടിങ്ങനെ കുട്ടികളോട് അവരെ ഇളക്കുന്നത് പോലെ ചോദിച്ചിരുന്നു, ചെറിയ കുട്ടികളല്ലേ നിങ്ങൾ, ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി തണുപ്പത്ത് നിങ്ങൾ വരണം എന്നില്ല. തുമേ ബാബാക്കി സാരി ബാത്തേ, ഇനി നിങ്ങൾ വന്നിരുന്നാലും ബാബ പറയുന്ന മുഴുവൻ മുരളി നിങ്ങൾക്ക് മനസ്സിലാകൂല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ദിവസവും വരുന്നത് എന്ന് ചോദിച്ചു കുട്ടികളോട്. തും തോ കേവൽ, എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ വ്യാഴാഴ്ച വന്നാൽ മതി, ആഴ്ചയിൽ ഒരു ദിവസം വന്നാൽ മതി എന്ന്. ഒത്ത് ഷഡ്സെ ജവാബ് ദേത്താ, അപ്പോൾ ആ കുട്ടികൾ ഉടൻ മറുപടി പറയുമായിരുന്നു, വാ മേം ബച്ച ഥോടി ഹി ഹും മേം തോ വാനപ്രസ്ഥി ഹും. അപ്പോൾ കുട്ടികൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു. ബാബയുടെ കുട്ടികളുടെ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ജഗദീഷ് ഭായ് വരച്ച് കാണിക്കുകയാണ് നമുക്ക്. അമ്മമാരെന്ത് പറഞ്ഞു? ഞങ്ങൾ വൃദ്ധരല്ല, ബാബയുടെ കുട്ടികളാണ്. കൊച്ചു കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞ മറുപടി, ഹം തോ വാനപ്രസ്ഥി ഹും, ഞങ്ങളെ കുട്ടികളായി കാണണ്ട, ഞങ്ങളും വാനപ്രസ്ഥികളാണ്. ഇന്നലെയും കൂടി ബാബ മുരളിയിൽ പറഞ്ഞില്ലേ, ഇത് കലിയുഗത്തിൻ്റെ അന്തിമ സമയമാണ്, എല്ലാ ആത്മാക്കളും അവരവരുടെ വാനപ്രസ്ഥ അവസ്ഥയിലാണ്. അപ്പോൾ ആ ദിവസത്തെ തലേ ദിവസം നടന്ന മുരളിയിലെ പോയിന്റുകൾ കുട്ടികൾ കോട്ട് ചെയ്ത് പറഞ്ഞു. ബാബാനെ എ ബി കഹ, ഇന്നലെ ബാബ ഇതും പറഞ്ഞു, ആരാം ഹരാം, വിശ്രമം അനുവദനീയമല്ല ഇപ്പോൾ. कोई छोटा हो या बड़ा सभी के लिए सौभाग्य बनाने का समय यही है. ബാബ പറഞ്ഞു, ഇത് വിശ്രമിക്കാനുള്ള വേളയല്ല, എല്ലാവർക്കും അവരവരുടെ സൗഭാഗ്യം ഉണ്ടാക്കാനുള്ള സമയമാണ്. ബാബ എ ബി കേത്തേക്ക് ഏതോ അൻമോൾ രത്തൻ ഹേ, ഇതും പറഞ്ഞു ബാബ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വിലയേറിയ രത്നങ്ങളാണ്. ജ്ഞാൻ ധൻ കാ ജോ ജിത്ന സംഗ്രഹ കരേഗ, നിങ്ങൾ ആരെത്രത്തോളം ജ്ഞാനരത്നങ്ങൾ ശേഖരിക്കുന്നു ബാബയുടെ അടുത്തുനിന്ന്, വോ ഭവിഷ്യമേ ഉത്തന ഹി രത്നോ കാ ഖസാന പായേഗ, അവർക്ക് അത്രത്തോളം തന്നെ ഭാവിയിൽ സമ്പത്ത് ശേഖരിക്കാൻ കഴിയും. ബാബ സംജാത്തെ കി പഠായി മേ ദോരായി ബി ജറൂരി ഹോത്തി ഹെ, ബാബ പറയുമായിരുന്നു, പഠിപ്പ് ഡെയിലി പഠിക്കണം, ഡെയിലി പഠിപ്പിക്കുന്ന പഠിപ്പ് ആവർത്തിച്ച് പഠിക്കുകയും വേണം. प्रतिदिन ज्ञान मुरली तो सुननी ही चाहिए क्योंकि हो सकता है कि किसी दिन ज्ञान का ऐसा. എന്നിട്ട് ആ കുട്ടികൾ പറഞ്ഞിരുന്നു, ദിവസവും ജ്ഞാനമുരളി കേൾക്കണം, കാരണം ഏത് ദിവസമാണ് ബാബയുടെ മുരളിയിലൂടെ അങ്ങനെയുള്ള വിശേഷ രത്നങ്ങൾ പുറത്തു വരുന്നത് എന്നറിയില്ല. അത് മനസ്സിൽ തട്ടിയിട്ട് तो मन को लग जाने से कोई विकार जो पहले नहीं मिट रहा था. ഏത് ദിവസം വേണമെങ്കിലും ബാബയുടെ മുരളിയിൽ നിന്ന് അങ്ങനെയുള്ള മധുര മഹാവാക്യങ്ങൾ പുറത്തു വരാം. അത് നമ്മുടെ മനസ്സിൽ തട്ടി നമ്മുടെ ഉള്ളിൽ അവശേഷിച്ചിരിക്കുന്ന വികാരങ്ങളുടെ അഴുക്കുകൾ പൂർണ്ണമായും നീക്കിത്തരാൻ ആ മുരളി നിമിത്തമായി മാറും. അത് ഏത് ദിവസത്തെ മുരളിയുമാകാം. അബ് മിഡ്ജായേ, അങ്ങനെ നമ്മുടെ ഉള്ളിലെ അഴുക്കുകളെല്ലാം നീങ്ങണമല്ലോ. അപ്പോൾ ഒരു ദിവസം മുരളി മിസ് ചെയ്താൽ അന്നത്തെ മുരളിയാണ് ഒരു പക്ഷേ എൻ്റെ ശുദ്ധീകരണം നടത്തേണ്ട മുരളിയെങ്കിലോ. इस प्रकार हर एक में अदम्य उमंग था और वो बाबा के अनमोल वचनों को, ഇപ്രകാരം എല്ലാവരിലും അളവറ്റ
ഉണർവായിരുന്നു, ഉത്സാഹമായിരുന്നു. ബാബയുടെ വിലയേറിയ മഹാവാക്യങ്ങൾ ഒരു ദിവസം പോലും കേൾക്കാതിരിക്കാൻ ആ വൃദ്ധമാതാക്കൾക്കോ കൊച്ചു കുട്ടികൾക്കോ കഴിഞ്ഞിരുന്നില്ല. ബാബയുടെയും മക്കളുടെയും ലഹരി. അടുത്തത് ജ്ഞാൻ മുരളിക്ക് പ്രതി ധ്യാൻ ഖിഞ്ചവാന. ജ്ഞാന മുരളിയിലേക്ക് ശ്രദ്ധ ആകർഷിപ്പിച്ചു. इधर मेजर भाई प्रतिदिन अमृत वेले मिलिट्री से 400-500 व्यक्तियों को आने के लिए മേജർ ഭായി മിലിറ്ററിയിൽ നിന്ന് അമൃതവേളയിൽ തന്നെ 400-500 പേരെ ക്ഷണിച്ച് ദിവസവും കൊണ്ടുവരുമായിരുന്നു. മിലിറ്ററിക്കാർ ബാബയുടെ അടുത്ത്. കൂടാതെ സൺഡേ ദിവസം ഇതിലും കൂടുമായിരുന്നു. എല്ലാവർക്കും സഭീ ലോക നിശ്ചിത് സമയസേ എത്ര പേരെ ക്ഷണിച്ചിരുന്നു അവരെല്ലാം സമയത്തിന് മുൻപേ വന്നിരിക്കുമായിരുന്നു. ക്യോങ്കി ബാബ ഠീക്ക് സമയപ്പർ, കാരണം ബാബ കൃത്യസമയത്ത് ക്ലാസ്സിലെത്തുമായിരുന്നു. അതുകൊണ്ട് കുട്ടികളെല്ലാം സമയത്തിന് മുൻപേ, ബാബ വരുന്നതിന് മുൻപേ വന്നിരിക്കുമായിരുന്നു. ദില്ലി സെ ബാഹർ അന്യ നഗരവും ജോ സേവാ കേന്ദ്ര ഥേ, ഡൽഹിയുടെ പുറത്ത് സമീപ സ്ഥലങ്ങളിലുണ്ടായിരുന്ന സേവാ കേന്ദ്രങ്ങളിൽ നിന്നും ബാബയുടെ മക്കൾ നിത്യേന ജ്ഞാന മുരളി കേൾക്കുന്നതിനും തങ്ങളുടെ ഉന്നതി നേടുന്നതിനും വേണ്ടി ജീവിത സാധനയ്ക്കായി ബാബയുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടേയിരുന്നു. യദി കുച്ച് ലോഗ് കിനി കാരണോ വശ് പ്രാത അമൃത് വേളെ, ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് അതിരാവിലത്തെ ക്ലാസ്സിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ അവർ അതിനുശേഷം പകൽ സമയത്ത് വന്നിരുന്നു. അപ്പോൾ ജ്ഞാനമുരളി, രാവിലെ നടന്ന ജ്ഞാനമുരളി ടേപ്പ് ചെയ്തിരുന്നു. ആ ടേപ്പ് ചെയ്ത മുരളി, റെക്കോർഡ് ചെയ്ത് വെച്ച മുരളി അവർ കേൾക്കും. അതിനുശേഷം പകൽ സമയത്ത് എത്തുന്ന എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ബാബ പിന്നീട് കാണുമായിരുന്നു. ദിൻഭർ മേ മേജർ ജി ഭീ സേനാക്കി മുഖ്യമേ, ഇത് കൂടാതെ പകൽ സമയങ്ങളിൽ മേജർ ഭായ്ജി തൻ്റെ സൈന്യത്തിലെ വലിയ വലിയ അധികാരികളെ, ഓഫീസേഴ്സിനെ ബാബയെ കാണാൻ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. അവരും ബാബയുടെ അടുത്ത് വന്ന് ബാബയുടെ ദൃഷ്ടിയുടെയും ജ്ഞാന ചർച്ചയുടെയും ലാഭമെടുത്തു. ഇസ് പ്രകാർ അധക് രീതി സെ ബാബ ദിൻ രാത് ജ്ഞാൻ രത്തൻ, ഇപ്രകാരം ബ്രഹ്മബാബ അക്ഷീണനായി രാത്രിയും പകലും ജ്ഞാനരത്നങ്ങൾ വാരി വിതറി. बाबा कहा करते कि संगम युगी ब्राह्मण जब तक ये सत्यनारायण की अथवा अमरनाथ की सच्ची कथा, ബാബ പറഞ്ഞിരുന്നു, സംഗംയുഗി ബ്രാഹ്മണര് ഈ സത്യനാരായണ കഥ അഥവാ അമർനാഥൻ്റെ സത്യമായ കഥ അനേക ആത്മാക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കാത്തിടത്തോളം ഭക്ഷണം കഴിക്കാൻ പാടില്ല. ബ്രഹ്മബാബ കുട്ടികൾക്ക് നിർദ്ദേശം നൽകി. ഈശ്വരീയ സേവനം ചെയ്യാതെ, ഈ ജ്ഞാനം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കാനേ പാടില്ല. ജാനകി ദാദി പറയുമായിരുന്നു, ബാബ ഇത്രത്തോളം പറഞ്ഞിരുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ആത്മാവിനെങ്കിലും ഈശ്വരീയ സന്ദേശം കൊടുക്കാതെ, ബാബയുടെ ജ്ഞാനം ഒരാളോടെങ്കിലും പറയാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബാബ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് മുരളി കഴിഞ്ഞിട്ട് രാവിലെ എല്ലാവരും പുറത്തിറങ്ങി ആരെയെങ്കിലും, എവിടെയെങ്കിലും നടക്കാൻ പോകുന്നവരുടെ അടുത്തേക്കെങ്കിലും പോയി കണ്ടുപിടിച്ച് ബാബയുടെ സന്ദേശം, പാർക്കിലും ഒക്കെ പോയി സന്ദേശം കൊടുത്തിട്ട് വന്നിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നുള്ളൂ പറയും. അങ്ങനെയാണ് ബാബ സേവനത്തിൻ്റെ ലഹരി മക്കളിലുണ്ടാക്കിയത്. കാരണം ബാബയ്ക്ക് വിശ്വത്തിലെ സർവ്വാത്മാക്കളെ പ്രതിയും ബാബ അത്ര കരുണാസാഗരമായിരുന്നു. बाबा हर एक का ज्ञान अध्ययन पर भी विशेष ध्यान ആകർഷിത് കർത്തെ. ഒപ്പം സേവനത്തിനോടൊപ്പം ബാബ പറയുമായിരുന്നു, ജ്ഞാനത്തിൻ്റെ മുരളിയുടെ അധ്യയനം നല്ലതുപോലെ ചെയ്യണം കുട്ടികൾ. ഇതിലേക്കും ശ്രദ്ധയാകർഷിച്ചു. വേ പ്രായഃ പൂച്ച കർത്തെ കി ക്യാ ആപ് റോസ് മുരളി സുൻതേ ഹോ. ആര് മുന്നിൽ വന്നാലും ബാബ അവരോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ ഡെയിലി ശിവബാബയുടെ മുരളി കേൾക്കുന്നവരാണോ? बाबा से जब कोई मिलने आता
ഏത് ദിവസം ആര് ബാബയെ കാണാൻ വന്നാലും ബാബ ആദ്യം ചോദിക്കും പകൽ സമയത്ത് വരുന്നവരോട്, ക്യാ ആജ് കി മുരളി സുനി, ഇന്നത്തെ പ്രഭാത മുരളി കേട്ടു? ആദ്യത്തെ ചോദ്യം ബാബയുടേതായിരിക്കും, മുരളി കേട്ടോ ഇന്നത്തെ. അതിന് ശേഷമേ ബാബ സംസാരിക്കുള്ളൂ എല്ലാവരോടും. ബാബാനെ ഏ നിർദ്ദേശ് ദിയാ ഥാ കി ജോ കൊയ് ഭി, പിന്നെ ബാബ ഈ കണ്ടീഷൻ വെച്ചിരുന്നു, എന്നെ കാണാൻ വരുന്നതിന് മുമ്പ്, ബാബയെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പ്രഭാതത്തിൽ മുരളി പഠിച്ചിട്ടേ ബാബയെ കാണാൻ വരാൻ പാടുള്ളൂ. പ്രഭാതത്തിൽ സന്മുഖത്തിരുന്ന് കേൾക്കാത്തവരാണെങ്കിൽ മുരളി കേട്ടിട്ടേ ബാബയെ കാണാവൂ. ആദ്യം മുരളി കേൾക്കൂ, പിന്നെ ബാബയെ കാണാം. ബാബ कहते कि यदि किसी की ज्ञान मुरली सुनने से, അഥവാ കുട്ടികൾക്ക് മുരളി കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഉസ്കി ബാബാസെ, ബാബ പറയുമായിരുന്നു ബ്രഹ്മബാബ, അവർക്ക് ശിവബാബയുടെ സ്നേഹമില്ല. ഭഗവാനോട് പ്രീതിയില്ലാത്തത് കൊണ്ടാണ് ഭഗവാന്റെ മഹാവാക്യം, മുരളിയോട് നിങ്ങൾക്ക് പ്രീതിയില്ലാത്തത്. बाबा कहते कि बुद्धि में ज्ञान के कोई पॉइंट्स न होने से या ठीक रीति से न समझने से, ഇതും പറയുമായിരുന്നു ബാബ, ബുദ്ധിയിലെ ജ്ഞാനത്തിൻ്റെ പോയിൻ്റുകളില്ലാത്തത് കൊണ്ട്, ശരിയായിട്ട് ജ്ഞാനത്തെ മനസ്സിലാക്കാത്തത് കാരണം മായ നിങ്ങളെ തോൽപ്പിക്കുന്നു. और ठीक समझ होने से ही, ജ്ഞാനത്തെ ശരിയായി മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് മായയെ ജയിക്കാൻ കഴിയുകയുള്ളൂ. कभी बाबा कहते कि ये ज्ञान के पॉइंट्स माया से युद्ध करने के अस्त्र शस्त्र है. ചില സമയത്ത് ബാബ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ ജ്ഞാനത്തിൻ്റെ പോയിൻ്റുകളാണ് മായയോട് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും. जैसे मिलिट्री के लोग अस्त्र शस्त्र को साफ करते रहते, ऐसे ही दिन प्रतिदिन, എങ്ങനെയാണോ മിലിറ്ററിയിൽ ഡെയിലി ആയുധങ്ങൾ ക്ലീൻ ചെയ്ത് മൂർച്ച വരുത്തി വയ്ക്കുന്നത്, അതേപോലെ ഡെയിലി നിങ്ങൾ കേൾക്കുന്ന ജ്ഞാനത്തെ केवल इस शस्त्रों को चलाने का अभ्यास होता है, बल्कि ये साफ तथा तेज भी होते रहते. നിങ്ങൾ ജ്ഞാനമുരളി കേൾക്കാൻ മാത്രം പോരാ, കേൾക്കുന്ന ഈ മധുര മഹാവാക്യങ്ങൾ സമയത്ത് ഉപയോഗിക്കപ്പെടുന്ന തരത്തിൽ ഓരോ അസ്ത്രശസ്ത്രങ്ങളും മൂർച്ചയുള്ളതാക്കി സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ജ്ഞാനത്തെക്കുറിച്ച് ചിന്തനം ചെയ്ത് അതിലേത് പോയിൻ്റ് എവിടെ എപ്പോൾ എനിക്ക് ജീവിതത്തിൽ അങ്ങനെയുള്ള വിപരീത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഏത് സാഹചര്യത്തിലും അല്ലേ ബാബയുടെ ജ്ഞാനയുക്തമായ ഒരു കാഴ്ചപ്പാടോടെ ജീവിക്കണം. അതിനാണ് മുരളി കേൾക്കുന്നത്. അല്ലാതെ രാവിലെ മുരളി കേൾക്കിട്ടോ നോട്ട്സ് എഴുതി വെച്ചു പിന്നെ ബുക്ക് അടച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ബാബ ഇടയ്ക്കിടയ്ക്ക് ഈ വിഷയം മക്കളെ ഓർമ്മിപ്പിച്ചിരുന്നു. മുരളി പോയിൻ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യൂ. സാംസാരിക് കർത്തവ്യം കെ പ്രതി ധ്യാൻ. ബാബ പഠിപ്പിൽ മാത്രമല്ല കുട്ടിയുടെ ശ്രദ്ധ കുട്ടികളുടെ ആകർഷിച്ചിരുന്നത്. ഒപ്പം ബാബ എന്തും പറഞ്ഞിരുന്നു? അവരവരുടെ ലൗകികമായ കർത്തവ്യ നിർവഹണത്തിലേക്കും കുട്ടികളുടെ ശ്രദ്ധയെ പൂർണ്ണമായും ആകർഷിച്ചിരുന്നു. അതിന് ജഗദീഷ് ഭായ് ഉദാഹരണം പറയാണ്. പ്രാതഃ ജ്ഞാൻ മുരളി ചലാനെ കെ ബാദ്, ബാബ ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് അതിരാവിലെ മുരളിക്ക് ശേഷം ജബ് ടോളി ബാൺ ജാത്തി തോ ബാബ, അതിനുശേഷം എല്ലാവർക്കും ബാബ ദൃഷ്ടി കൊടുത്ത് പ്രസാദ വിതരണം ചെയ്തിരുന്നു. ടോളി കൊടുക്കുമ്പോൾ ബാബ കുട്ടികളോട് പറയുമായിരുന്നു, ജ്ഞാൻ കി വിവിധ് ബാത്തേ ബഹുത് ഹി വിനോദ് ഓർ സ്നേഹപൂർണ്ണ രീതി സേ. ജ്ഞാനത്തിലെ ഓരോ പോയിൻറ്റും ടോളി കൊടുക്കുന്ന സമയത്തും ബാബ വളരെ സ്നേഹത്തോടു കൂടി കുട്ടികളെ ഓർമ്മിപ്പിച്ചിരുന്നു. फिर जैसे ही सभा का निश्चित समय पूरा होता, ക്ലാസിൻ്റെ ടൈം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ ബാബ പറയുമായിരുന്നു, വർഷവും शिव बाबा का ये ज्ञान तो इतना मधुर और सुखप्रद है. ബാബയുടെ അടുത്ത് മുരളി കഴിഞ്ഞ് ടോളി വാങ്ങിയിട്ട് കുട്ടികളിങ്ങനെ ബാബയ്ക്ക് ചുറ്റും കൂടിയിരിക്കും, പോവില്ല. അപ്പോൾ ബാബ ഉടനെ പറയും, മക്കളെ, ശിവ് ബാബയുടെ ജ്ഞാനം ഇത്രയും മധുരതരമാണ്, സുഖപ്രദമാണ്. ബാബയ്ക്കറിയാം നിങ്ങളുടെ മനസ്സ്
ഇതിൽ തന്നെ മുഴുകിയിരിക്കും, അവിരാമം മുഴുകിയിരിക്കും. ഇസ് ജ്ഞാൻ കോ സുനത്തെ സുനത്തെ ന കേവൽ, നിങ്ങൾക്ക് ഈ ജ്ഞാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ജ്ഞാനത്തിൻ്റെ പോയിന്റുകളുടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയും പകലും ഡേയും നൈറ്റും ഒന്നും നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ ആപ് ദുനിയാക്കോ ഭി, നിങ്ങൾ ലോകത്തെ തന്നെ മറന്നിരിക്കുകയാണെന്ന് ബാബയ്ക്ക് മനസ്സിലായി. എഹാന്തക് ആപ്കോ അപ്പനി, കാരണം നിങ്ങൾ ജ്ഞാനചർച്ചയിൽ മുഴുകി ഇത്രയും മറന്നുപോയി, നിങ്ങൾക്ക് ഈ ദേഹത്തിൻ്റെ പോലും ബോധം ഇപ്പോൾ ഇല്ലെന്ന് ബാബയ്ക്ക് അറിയാം. ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ ബോധവുമില്ല. കാരണം നിങ്ങൾ അത്രത്തോളം ആത്മനിശ്ചയത്തിലാണ് ഇപ്പോൾ മുഴുകിയിരിക്കുന്നത്. और इस शिव बाबा के ज्ञान मुक्ति ചുക്തേ ചുക്തേ, നിങ്ങൾ ജ്ഞാനമുരളിയിൽ ബാബയുടെ മുത്തുകൾ കൊത്തിയെടുത്ത് പ്രഭു മിലനത്തിൻ്റെ സുഖത്തിൽ അലിഞ്ഞിരിക്കുകയാണിപ്പോൾ. പരന്തു ഹേ വത്സോ, പക്ഷേ ബാബ പറയുമായിരുന്നു, അല്ലയോ എൻ്റെ മക്കളെ, താങ്കൾ രാജയോഗികളുമാണ്, എന്നാൽ കർമ്മയോഗികളുമാണ്. അതിനാൽ ക്ലാസ്സിൻ്റെ ടൈം പൂർത്തിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തിരിച്ച് വീടുകളിലേക്ക് പോകൂ. വീടുകളിൽ പോയി അവരവരുടെ കാര്യ വ്യവഹാരങ്ങൾ ചെയ്യൂ. സമയമായി പൊയ്ക്കോളൂ എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് കുട്ടികൾക്ക് ബോധം വരണേ, സമയമായി, തിരിച്ചു പോകാൻ സമയമായി, ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്രയും സമയമായി, വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന ബോധമില്ലാതെ ഇരുന്ന കുട്ടികളെ ബാബ സമയത്ത് ഓർമ്മിപ്പിച്ച് വിടുമായിരുന്നു. ആലോചിച്ച് നോക്കൂ ബാബയുടെ സന്തുലനം. പഠിപ്പിൻ്റെ സമയത്ത് പഠിപ്പ്, ഓർമ്മയുടെ സമയത്ത് ഓർമ്മ. പക്ഷേ ഒപ്പം ബാബ അവനവൻ്റെ ലൗകിക് കുടുംബകാര്യങ്ങളിൽ, ജോലി, കുടുംബകാര്യം, അതിനെക്കുറിച്ച് ബാബ കുട്ടികളെ ഓർമ്മിപ്പിക്കുമായിരുന്നു. കുട്ടികൾ മറന്നിരിക്കുമ്പോൾ സമയമായി വേഗം പറഞ്ഞു വിടുമായിരുന്നു ബാബ. കഭി കഭി തോ ബാബ बस व्यवस्था के इंचार्ज भाई बहनों से कहा दिया करते, बच्चे जब सभा का समय हो जाए तो आप इसके हॉर्न बजवाना शुरू कर दिया करो. ഇടയ്ക്ക് ബാബ ഇത്രയും കൂടി ഓർമ്മിപ്പിക്കുമായിരുന്നു. കുട്ടികൾക്ക് തിരിച്ചു പോകാനുള്ള ബസ്സിൻ്റെ ഇൻചാർജായിട്ടുള്ള സഹോദരന്മാരോട് ബാബ പറയുമായിരുന്നു, ക്ലാസ് കഴിഞ്ഞാൽ പുറപ്പെടാനുള്ള സമയമായാൽ ബസ്സിൻ്റെ ഹോൺ അടിപ്പിക്കൂ. ഹോണ് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകും ബസ് പോകാൻ പോവാണ്, നമുക്കിപ്പോൾ വേഗം പോകണം. എന്നാലേ കുട്ടികൾ എഴുന്നേറ്റ് വരുള്ളൂ. ഇത്രത്തോളം ബാബയ്ക്ക് കുട്ടികളെ സമയത്ത് മടക്കി അയക്കുന്നതിൽ ചിന്തയുണ്ടായിരുന്നു. इस प्रकार बाबा जहाँ ईश्वरीय ज्ञान और योग द्वारा आत्मा को तमन्नता की ओर ले जाते, ഇപ്രകാരം ജഗദീഷ് ഭായ് പറയുകയാണ്, ബാബയുടെ ആ ഒരു ലൗകിക് അലൗകിക് സന്തുലനത്തെക്കുറിച്ച് ആത്മീയ കാര്യത്തിലും ഒപ്പം ഭൗതിക കാര്യത്തിലും ബാബ എത്രത്തോളം ശ്രദ്ധാലുവായിരുന്നു. ഈശ്വരീയ ജ്ഞാനയോഗത്തിലൂടെ ആത്മാവിന് വേണ്ടുന്നതെല്ലാം ബാബ നൽകുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഉള്ള സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ച് ബാബ ചിന്തിക്കുകയും കുട്ടികളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. ബാബ ये भी कहा करते कि प्रातः अमृत वेले का समय सबका अपना समय है. ബാബ പറയുമായിരുന്നു, മക്കളെ, അതിരാവിലത്തെ സമയം നിങ്ങളുടെ സ്വന്തം സമയമാണ്. അതിരാവിലെ നിങ്ങൾ വന്ന് മുരളി കേൾക്കുക, യോഗം ചെയ്യുന്നത് കൊണ്ട് വീട്ടുകാർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം കുട്ടികൾ കിടന്നുറങ്ങുന്ന സമയത്തെ ത്യാഗം ചെയ്തിട്ട് ബാബയുടെ അടുത്തേക്ക് വരികയാണ്. ഈ സദോ പ്രധാന സമയത്ത് ജ്ഞാനാമൃതം കുടിക്കുമ്പോൾ അതിനുള്ള പൂർണ്ണ അധികാരം നിങ്ങൾക്കുണ്ട്. കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് നിങ്ങൾ ഓടി വന്ന് ബാബയുടെ ജ്ഞാനമുരളി കേൾക്കുന്നത്. दूसरी ओर जब क्लास का समय पूरा हो जाता तो वो सभी से ये भी कहते कि अब अपने अपने कर्तव्य के लिए. പക്ഷേ ക്ലാസ് കഴിഞ്ഞ ഉടനെ ബാബ പറയും, മക്കളെ, ഉടൻ അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ വീടുകളിലേക്ക് വേഗം തിരിച്ചു പോയിക്കോളൂ. वो अपने कर्तव्य के प्रति इतना सतर्क करते कि बहुत सी, മാത്രമല്ല അതിരാവിലെ മാതാക്കൾ എത്തുന്നതിന് മുമ്പ് മാതാക്കളും സഹോദരിമാരും
ബാബയുടെ അടുത്ത് ക്ലാസ് കേൾക്കാൻ എത്തുന്നതിന് മുമ്പേ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി ടേബിളിൽ കഴിക്കാൻ പാകത്തിന് വെച്ചിട്ടാണ് അവർ ബാബയുടെ അടുത്തേക്ക് വരിക. വന്ന് മുരളി കേട്ട് തിരിച്ച് പോയിട്ട് ആണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുക. അത്രത്തോളം തയ്യാറെടുപ്പ് ചെയ്തിട്ട് വരുന്ന അമ്മമാരും ഉണ്ടായിരുന്നു. ഗോയ ബാബ കശ്വേക്ക് ന്യായി കർമ്മേന്ദ്രിയങ്കോ, അതായത് പറഞ്ഞു വരുന്നത് ഭൈസാബ് ബാബ ആമയെ പോലെ ആവശ്യത്തിന് കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കാനും ആവശ്യം കഴിഞ്ഞ് ഉൾവലിയുന്നതും പോലെ കുട്ടികൾ തങ്ങളുടെ കടമകൾ എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എല്ലാറ്റിലും ബാബ കുട്ടികളെ ട്രെയിൻഡാക്കിയിരുന്നു. യോഗിയും കി തര ദേ ഓർ ദേഹക്കെ സംബന്ധിയും കോ ഭൂൽ കർ, അതായത് യോഗം ചെയ്യുന്ന സമയത്ത് ദേഹത്തെയും ദേഹസംബന്ധങ്ങളെയും മറന്ന് പരംപിത പരമാത്മാവിൻ്റെ ഓർമ്മയിലേക്ക് കുട്ടികളുടെ മനസ്സിനെ ബാബ ഏകാഗ്രമാക്കിച്ചിരുന്നു. ഒപ്പം അതിനുശേഷം തൻ്റെ കർത്തവ്യ നിർവഹണ കാര്യവും കുശലതാപൂർവം ചെയ്യാൻ ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളോടൊപ്പം പവിത്രമായ ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ കർത്തവ്യങ്ങൾ ഏറ്റവും ഉത്തമമായി പൂർത്തിയാക്കുന്നതിനും ബാബ കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ജിസ് കിസി പർ കൊയ് വിശേഷ ജിമ്മേവാരി നഹീ താ, എന്നെ ആർക്കാണോ കുടുംബത്തിൽ മറ്റ് ഉത്തരവാദിത്വങ്ങളുടെ ഭാരം ഇല്ലാതിരുന്നത്, ബന്ധനം ഇല്ലാത്തത്, അവർക്ക് ബാബ സൂചന കൊടുത്തിരുന്നു, മക്കളെ നിങ്ങൾ ഈ വിശ്വത്തെ കുടുംബമായിട്ട് കാണൂ. നിങ്ങൾക്ക് വേറെ കുടുംബ ഉത്തരവാദിത്വം ഇല്ല, പക്ഷേ ലോകം നിങ്ങളുടെ കുടുംബമാണ്. അതുകൊണ്ട് ജനമംഗളം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഈ വിശ്വമാകുന്ന തറവാടിൻ്റെ സേവനത്തിന് ഇറങ്ങും, സേവനം ചെയ്യും. ജിസ് പർ കാഭി ജിമ്മേവാരിയാ ഹുത്തേ, ആർക്കാണോ കുടുംബത്തിൻ്റേതായ വലിയ വലിയ ഉത്തരവാദിത്വങ്ങളുണ്ടായിരുന്നത് അവരോട് ബാബ പറയുമായിരുന്നു, ബച്ചേ ജബ്കി ആപ്നെ ഏ രചന രചി, ബാബ പറഞ്ഞിരുന്നു, മക്കളെ നിങ്ങൾ കുടുംബജീവിതം ജീവിക്കുന്നവർ, കുട്ടികളും പേരക്കുട്ടികളും എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഏത്തോ ആപ്കാ കർമ്മ കാ ഖാത്താ ഹേ, കാരണം മക്കളുണ്ടാർത്ത ഒരു കർമ്മബന്ധനമുണ്ട്, അപ്പോൾ അത് പൂർത്തിയാക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അത് തീർച്ചയായും നിങ്ങൾ അവരോടുള്ള കടമകൾ പാലിക്കണം. ട്രസ്റ്റിയായി കുടുംബത്തിലിരുന്ന് പവിത്രമായി ഗൃഹസ്ഥ ജീവിതം ജീവിച്ചുകൊണ്ട് തങ്ങളുടെ കടമകളെയും കർത്തവ്യങ്ങളെയും പൂർത്തീകരിക്കും മക്കളെ എന്ന് ബാബ സൂചിപ്പിച്ചിരുന്നു. വീട്ടിലിരുന്നുകൊണ്ട് അല്ലേ കടമകളും ചെയ്യണം, എന്നാൽ ബാബയുടെ ഓർമ്മയിലും പഠിപ്പിലും അല്ലേ അതിലേക്കും ബാബ കുട്ടികളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്തിരുന്നു. 2 കർത്തവ്യങ്ങളും ഒപ്പം ചെയ്യാൻ പറഞ്ഞിരുന്നു ബാബ. ഓം ശാന്തി. ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഡൽഹി സേവനത്തിൻ്റെ ബാക്കി വിശേഷങ്ങൾ. ഇന്ന് ബാബയുടെ ഈ അനുഭവങ്ങളുടെ ഡൽഹി സേവനാനുഭവങ്ങളിൽ നിന്ന് എന്തൊക്കെയാണോ നമുക്ക് വ്യക്തിപരമായ പ്രചോദനം കിട്ടിയത്, ഓരോ പോയിൻറ്റും സ്മൃതി ഉണർത്തി അതിലൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്ന് സ്വയം ചിന്തിക്കൂ. आँखों में बाबा तेरी जाने हैं कितने जलवे, आँखों में बाबा तेरी जाने हैं कितने जलवे, देखा है हमने इनसे जग को निहाल करते। आँखों में बाबा तेरी जाने हैं कितने जलवे, देखा है हमने इनसे जग को निहाल करते।
आँखों में बाबा तेरी, आँखों में बाबा तेरी। भगवान को भी बाबा आंखें तेरी लुभाई, भगवान को भी बाबा आंखें तेरी लुभाई। बरसा रही है इनसे अब रहमते खुदाई। किस्मत की झोलियों में देखा सितारे भरते, किस्मत की झोलियों में देखा सितारे भरते। देखा है हमने इनसे जग को निहाल करते। आँखों में बाबा तेरी, आँखों में बाबा तेरी। आँखों ही आँखों में तुम जादू चला रहे हो, आँखों ही आँखों में तुम जादू चला रहे हो। प्रभु से मिला रहे हो, दुनिया बना रहे हो। हम कुछ नहीं है करते, करके भी यही है कहते। हम कुछ नहीं है करते, करके भी यही है कहते। देखा है हमने इनसे जग को निहाल करते। आँखों में बाबा तेरी, आँखों में बाबा तेरी। आँखों से तेरी छलका है प्यार का समंदर, आँखों से तेरी छलका है प्यार का समंदर। झांका तनिक भी जिसने मुकद्दर का वो सिकंदर। दर्द अलम जहाँ के सारे इन्हीं से हरते, दर्द अलम जहाँ के